വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അമ്മു കാലിക്കറ്റ് ബീച്ചിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചത്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി ഒരുങ്ങി എല്ലാവരും റെഡിയായി. നമ്മളൊരു 6:45 ആയപ്പോൾ പോയി. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ആ സൈഡിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നത്. പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. അങ്ങാടിപ്പുറത്തുനിന്ന് ശരത്തും അമ്മും ശിശിരയും ചിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും നിവിയും അമ്മയും കൂടെ അവരുടെ കാറിൽ കയറി നിതിനും ബേബിയും കൂടെ അവരുടെ ബൈക്കിലും കൂടെ വന്നിട്ട് അങ്ങനെ ഫസ്റ്റ് നിവിക്ക് ബീച്ച് കാണിച്ചു കൊടുത്തു. ചെക്കനാണെങ്കിലോ അലറല് ഇതുവരെ വെള്ളം കാണാത്ത പോലെ. ഫസ്റ്റ് ബീച്ചിൽ നിന്ന് ഇങ്ങനെ വെള്ളം തിരയടിച്ച് വന്നിട്ട് പേടിച്ചിട്ടാണ് തോന്നുന്നത്. കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തു, ഞാൻ ട്രൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവൻ്റെ മാമൻ്റെ വക ട്രൈ ചെയ്തു. ഒന്നിലും പക്ഷേ പേടി മാറുന്നില്ല, കരച്ചിൽ. പിന്നെ തീരുമാനിച്ചു ഓക്കെ കുഴപ്പമില്ല, ഇനി നമുക്ക് ബീച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് ബീച്ചിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ കാലിൽ മണ്ണാവും വെള്ളമാവും പിന്നെ നടക്കാൻ പാടുക ആ ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷേ ഇവർക്കൊക്കെ ബീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കേട്ടോ. അവരൊക്കെ വെള്ളത്തിൽ പോയി കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാലിൽ മണ്ണാവും ചെളിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. നിവീനെ നനപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ കാലിൽ നനഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലും വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് സമയം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. വെള്ളത്തിൽ ഇറങ്ങലും കളിയും ചേരിയും ഒക്കെ ആയിരുന്നു. ഇനി ശരത്തും ചിക്കും കൂടെ ഇറങ്ങി കളിക്കുകയാണ്. ആ സമയം ഞാനും നിവിയും ബേബിയും കൂടെ ചുമ്മാ വെള്ളമില്ലാത്ത സൈഡിലൂടെ ഇങ്ങനെ നടന്നു. വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇവൻ കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് പിന്നെ അത് നിർത്തി. ഇനി അടുത്ത നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് കിടക്കുകയാണ്, തിന്നാൻ. അതിനാണ് ഞാൻ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കോരി എടുക്കുകയാണ്. അപ്പോൾ ശിശിര കൂട്ടത്തിൽ ഏറ്റവും വലുത് മുങ്ങി തപ്പാണ്. അതിലവൾ വിജയിക്കാൻ ചെയ്തു. ആ കുപ്പിയിൽ ഏറ്റവും വലുത് തന്നെ അവൾ കണ്ടുപിടിച്ച് കവറിലോട്ട് ഇട്ട് തരും. ഈ അച്ചാർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അമ്മു ഉള്ള അച്ചാർ മുഴുവൻ കവറിലോട്ട് ഇടുന്നുണ്ട്. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പൈനാപ്പിൾ മാത്രമായിട്ട് വാങ്ങിച്ചത്. എനിക്ക് അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. നിവിക്ക് ചെറിയൊരു പൈനാപ്പിളിൻ്റെ കഷ്ണം കൊടുത്തു. പിന്നെ ഞങ്ങൾ കോട്ടക്കുന്നിൽ പോയ സമയത്ത് അവിടുന്ന് ചൗ പറഞ്ഞ സാധനം വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പോഴേ അമ്മയ്ക്ക് അത് വേണം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് അത് വാങ്ങിച്ചു. പക്ഷെ അത് വലിയ ടേസ്റ്റായി തോന്നിയില്ല കേട്ടോ അമ്മയ്ക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ അടുത്ത കട ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കാലിലെ വെള്ളവും മണലൊക്കെ ആയിട്ട് നിവിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദിക്കാരുണ്ടാകുന്ന പാനിപ്പൂരി കടയിലോട്ട് പോയിട്ടോ. ഈ ഹിന്ദിക്കാരുടെ കടയിൽ നിന്നും വാങ്ങി കഴിക്കുന്ന അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിന് ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൃത്തി ഉണ്ടാവില്ല, എന്തിനാണ് അത് വാങ്ങണത്, ഇതന്നെ ഉള്ളു വാങ്ങാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കു ശരിക്കൊരു പാനിപ്പൂരി ലവറാട്ടോ. അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തു. പിന്നെ അമ്മേൻ്റെ വർത്താനം കേട്ടിട്ട് ശരത്ത് അമ്മേൻ്റെ വായിലൊന്ന് വെച്ച് കൊടുത്തു വർത്താനം നിർത്താൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഓരോന്നെടുത്തു. ബേബിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവളെടുത്തില്ല. പിന്നെ നമ്മളെല്ലാവരും അത് കഴിച്ചു. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്ത കട കാടമുട്ട ഫ്രൈ, കോളിഫ്ലവർ, ആ കടയിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മളൊരു പ്ലേറ്റ് കാടമുട്ട വാങ്ങിച്ചു. അതേപോലെ കോളിഫ്ലവറിൻ്റെ ഫ്രൈയും വാങ്ങിച്ചു. പിന്നെ 2 കല്ലുമ്മക്കായും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത്രയും വാങ്ങിച്ചിട്ട് നമ്മൾ ഷെയർ അടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ബീച്ചൊക്കെ കണ്ട് നടക്കുകയാണ്. അപ്പം മണലായതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. നടക്കാനും കഴിയുന്നില്ല, ചെരുപ്പിൽ മൊത്തം മണലായിട്ട്. പിന്നെ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഈ അത്രക്ക് വിൽക്കുന്ന കടക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളല്ല നിതിനും ബേബിയും 2 സാധനങ്ങൾ വാങ്ങിച്ചു. 2 അത്തറുപ്പി വാങ്ങിച്ചു. പിന്നെ 2 ചന്ദനത്തിരിയോ അങ്ങനത്തെ ഒരു ടൈപ്പ് അതും വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ലവ് കോഴിക്കോട് എന്നുള്ള അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ചുമ്മാ കണ്ടു. തിന്നാനൊക്കെ അല്ലാതെ നമ്മളിവിടുന്ന് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കാണും എന്നല്ലാണ്ട് ഇതൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ നമ്മൾ പോകാനുള്ള സമയമായി. വെറുതെ ഇരുന്നപ്പോൾ വെറുതെ ആഗ്രഹം തോന്നി ഇവർ വന്നതാട്ടോ. അപ്പോൾ നമ്മളൊപ്പം കൂടിയതാണ്. എന്തായാലും വന്നത് രസമായിരുന്നു. രാത്രി സമയം ബീച്ചിലിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മളൊരു 10:15 ആയപ്പോൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 11 മണിയായപ്പോൾ വെള്ളമ്പുറത്ത് പുതിയ ഡെലീഷ്യ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറി. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 11 മണിക്ക് ഇവിടെ കിച്ചൺ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും അൽഫാം വാങ്ങിച്ചു. നിതിൻ ജ്യൂസ് മാത്രമേ കഴിച്ചുള്ളൂ, അവൻ അൽഫാം കഴിച്ചില്ല. പിന്നെ നമ്മൾ അൽഫാമൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് കണ്ടുപോകുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അൽഫാം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് ഒക്കെ വേഗം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറേ സമയം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. നല്ല അടിപൊളി ഇൻറ്റീരിയർ ആയിരുന്നു പുതിയ ഡെലീഷ്യൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം കുറേ സമയം അത് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെ വീട്ടിലാക്കി തന്നിട്ട് അവർ നേരെ അങ്ങാടിപ്പുറത്തേക്ക് പോയിട്ടോ.